السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 248 പേജാണ് ഇന്ന് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു തആല നമ്മുടെ ഈ ക്ലാസ് സാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിരീങ്ങൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റഫർ ചെയ്യുന്നവർ, ഇതിനുവേണ്ടി അധ്വാനിക്കുന്നവർ, എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളാദ്യമായി 248 പേജിന്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ തസ്അലുഹും അലൈഹി മിൻ അജ്ർ ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ ലിൽ ആലമീൻ. വകഅയ്യിൻ മിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർളി യമറൂന അലൈഹാ വഹും അൻഹാ മുഅ്രിദൂൻ. وما يؤمن أكثرهم بالله إلا وهم مشركون. أفأمنوا أن تأتيهم غاشية من عذاب الله أو تأتيهم الساعة بغتة وهم لا يشعرون. قل هذه سبيلي أدعو إلى الله على بصيرة أنا ومن اتبعني وسبحان الله وما أنا من المشركين. وما أرسلنا من قبلك إلا رجالا نوحي إليهم من أهل القرى أفلم يسيروا في الأرض فينظروا كيف كان عاقبة الذين من قبلهم ولدار الآخرة خير للذين اتقوا أفلا تعقلون. حتى إذا استيأس الرسل وظنوا أنهم قد كذبوا جاءهم نصرنا فنجي من نشاء ولا يرد بأسنا عن القوم المجرمين. لقد كان في قصصهم عبرة لأولي الألباب ما كان حديثا يفترى ولكن تصديق الذي بين يديه وتفصيل كل شيء وهدى ورحمة لقوم يؤمنون. صدق الله العلي العظيم. പരിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം സൂറത്ത് യൂസുഫിലെ 104 മുതൽ 111 വരെയുള്ള 8 ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. 13-ാം ജുസിൽ 248-ാം പേജ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹിൻ്റെ വലിയ തൗഫീഖോടുകൂടെ ഒരു സൂറ കൂടി നമ്മൾ പഠിച്ച് അവസാനിപ്പിക്കാൻ പോകുകയാണ്. സൂറത്ത് യൂസുഫിൻ്റെ അവസാനത്തെ പേജാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്തത്. നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രമാണ് കഴിഞ്ഞ പേജിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇത്ര വസ്തുനിഷ്ഠമായി, അനിഷേധ്യമായി ഈ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവതരിപ്പിച്ചത് വഹിയിലൂടെ അവ ലഭിക്കുന്നത് കൊണ്ടാണ്. ഇസ്ലാമിൻ്റെ ഏത് കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അല്പമെങ്കിലും ചിന്തിക്കുന്ന ആളുകൾ ഈ ഖുർആൻ അംഗീകരിക്കുക തന്നെ ചെയ്യും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കുക തന്നെ ചെയ്യും. ഖുർആൻ അള്ളാഹു അവതരിപ്പിക്കുന്നതാണ് എന്നതിനുള്ള വ്യക്തമായ തെളിവാണല്ലോ ഇത്തരം ചരിത്ര വിവരണങ്ങളൊക്കെ. സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിലും അധിക പേരും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എല്ലാവരും വിശ്വസിച്ചു കാണണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു എന്നത് ശരി തന്നെയാണ്. പക്ഷെ അത് അങ്ങനെ തന്നെ നടന്നുകൊള്ളണമെന്നില്ല. വഹി മുഖേന ലഭിക്കുന്ന സന്ദേശങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കാൻ വല്ലാതെ പരിശ്രമിക്കുന്ന ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എല്ലാവരും സത്യത്തിൻ്റെ വഴിയിലേക്ക് എത്തണമെന്ന് വലിയ താല്പര്യവുമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. പക്ഷേ ഈ താല്പര്യം ഉണ്ട് എന്നതുകൊണ്ട് മാത്രം ആളുകൾ സന്മാർഗപ്രാപ്തരാകണമെന്നില്ല. ഇവരിങ്ങനെ വിശ്വസിക്കാത്തത് തെളിവുകളുടെ കുറവ് കൊണ്ടോ മറ്റൊന്നുമല്ല, വെറും ധിക്കാര മനസ്ഥിതി കൊണ്ടാണ്, അല്ലെങ്കിൽ ദുർവാശി കാരണമാണ്. അത്തരക്കൊക്കെ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഹിദായത്ത് ലഭിക്കുക? ഇതൊക്കെയാണ് കഴിഞ്ഞ പേജിൽ നമ്മൾ അവസാനമായി പറഞ്ഞിരുന്നത്. ഇനി പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, നബിയെ, അങ്ങ് ഈ ഖുർആൻ പ്രബോധനം ചെയ്യുന്നതിൻ്റെ പേരിൽ അവരോട് വല്ല പ്രതിഫലവും ആവശ്യപ്പെടുന്നുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ അത് അവരുടെ നിഷേധത്തിനൊരു ന്യായമായി എടുത്തു പറയാമായിരുന്നു. അങ്ങനെ ഒട്ടില്ല.
താങ്കൾ ഒരു പ്രതിഫലം ആവശ്യപ്പെടുന്നില്ല. അപ്പം അതുകൊണ്ട് താങ്കൾ എന്താ ചെയ്യേണ്ടതുള്ളൂ? അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശങ്ങൾ വഹി അത് കൃത്യമായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. അത് മാത്രമേ അങ്ങയുടെ ഉത്തരവാദിത്തമുള്ളൂ. എല്ലാ മനുഷ്യരുടെയും നന്മ കാക്ഷിക്കുന്ന ഇരുലോക നന്മകൾക്ക് കാരണമാകുന്ന വിശുദ്ധമായ ഈ ഗ്രന്ഥം ഖുർആൻ, ഇത് താല്പര്യമുള്ള ആളുകൾ വിശ്വസിച്ചു കൊള്ളട്ടെ, അല്ലാത്തവർ നിഷേധിക്കട്ടെ. അങ്ങതിന് ബേജാറാവേണ്ടതില്ല, അങ്ങതിൽ കുട്ടിതപ്പെടേണ്ടതില്ല. അങ്ങക്കത് എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. ആയത്ത് നോക്കാം, 104. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ തസ്അലുഹും അലൈഹി മിൻ അജ്രിൻ ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ ലിൽ ആലമീൻ. വമാ തസ്അലുഹും, നബിയെ അങ്ങ് അവരോട് ചോദിക്കുന്നില്ല, അലൈഹി ഈ പ്രബോധന ദൗത്യത്തിന്, മിൻ അജ്രിൻ ഒരു പ്രതിഫലം, ഒരു കൂലി എന്ന് അവരോട് ചോദിക്കുന്നില്ല. അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ അതെങ്കിലും അവരുടെ ഈ നിഷേധത്തിന് ന്യായമായി പറയാമായിരുന്നു. അതില്ല. ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ ലിൽ ആലമീൻ, ഇത് ലോകർക്കുള്ളൊരു ഉത്ബോധനം തന്നെയാണ്. ഇൻ ഹുവ, ഈ ഖുർആൻ അല്ലാതെയല്ല, ഈ ഖുർആൻ അല്ല, ഇല്ലാ ദിക്റുൻ ഉത്ബോധനം അല്ലാതെ അല്ല, ലിൽ ആലമീൻ ലോകർക്ക്. എന്താണ്? ഇത് ഒരു ഉത്ബോധനം മാത്രമാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ സ്വീകരിച്ചു കൊള്ളട്ടെ, അല്ലാത്തവർ തള്ളിക്കൊള്ളട്ടെ. ഇതാണ് അതിൻ്റെ ആശയം. അപ്പോൾ കുറച്ചെങ്കിലും ചിന്തിക്കുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഖുർആനെയും അംഗീകരിക്കാൻ മുന്നോട്ട് വരികയാണ് ചെയ്യുക. കാരണം അവിടെ നിന്ന് യാതൊരു ഭൗതിക താല്പര്യവും കൂലിയും ഈ പ്രബോധനം കൊണ്ട് ലക്ഷ്യം വെക്കുന്നില്ല. എല്ലാവർക്കും വ്യക്തമാണത്. സർവ്വ ലോകർക്കുമുള്ള ഉത്ബോധനമായ ഖുർആൻ യാതൊരു ലാഭേച്ഛയും ഇല്ലാതെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം ചെയ്യുന്നത് എന്നർത്ഥം. ഇനി നമ്മൾ 105 കടക്കുകയാണ്. വളരെ ഗൗരവമേറിയ ചില കാര്യങ്ങളാണ് അല്ലാഹു തആല ഇനി പറയുന്നത്. പ്രപഞ്ചത്തിൽ എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണുള്ളത്, അല്ലേ? സ്വന്തം ശരീരം തന്നെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം അവയവങ്ങളുണ്ട്, എന്തെല്ലാം സിസ്റ്റങ്ങളുണ്ട്, നെർവസ് സിസ്റ്റം അടക്കമുള്ള എത്രയോ സംവിധാനങ്ങൾ, നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഹൃദയം, ഇങ്ങനെ നിരവധി. അത് നമ്മുടെ സ്വന്തം ശരീരത്തിൽ. ഇനി പ്രപഞ്ചത്തിലേക്ക് നോക്കിയാലോ, എണ്ണിയാലൊടുങ്ങാത്ത സൂര്യ ചന്ദ്ര നക്ഷത്രാദികൾ, അല്ലെ? പ്രവിശാലമായ ഗാലക്സികൾ, കോടിക്കണക്കിന് ഗാലക്സികൾ, അതൊക്കെ വേറെ. ഇങ്ങനെ അള്ളാഹുവിൻ്റെ മഹത്വം, അധികാരം, നിയന്ത്രണം ഇതൊക്കെ വിളിച്ചോതുന്ന എത്രയോ ദൃഷ്ടാന്തങ്ങൾ ഈ പ്രപഞ്ചത്തിൽ പരക്കെയുണ്ട്. ഇതൊക്കെ മനുഷ്യൻ ദിനേന നിത്യേന കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു, അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. രാവിലെയും വൈകുന്നേരമൊക്കെ ഇത്തരം ഒട്ടേറെ തെളിവുകൾക്ക് മുന്നിലൂടെയാണ് മനുഷ്യൻ സഞ്ചരിക്കുന്നത്, ജീവിച്ചു പോകുന്നത്. പക്ഷേ ഒന്നിനെ പറ്റിയും ചിന്തിക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഇത്തരം വിഷയങ്ങളെക്കുറിച്ച്, ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിക്കാനോ അതിലെ രഹസ്യങ്ങളും അത്ഭുതങ്ങളും മനസ്സിരുത്തി പഠിക്കാനോ അതിലൂടെ മനസ്സിലാകുന്ന തെളിവുകൾ അംഗീകരിക്കാനോ കൂട്ടാക്കാതെ എല്ലാം അവഗണിച്ച് തള്ളുകയാണ് ഈ ആളുകൾ ചെയ്യുന്നത്. അല്ലായിരുന്നെങ്കിൽ ഇത്രയും ദൃഷ്ടാന്തങ്ങൾ നിലവിലുള്ളപ്പോൾ അധിക പേരും നിഷേധികളും അവിശ്വാസികളും ആകുമായിരുന്നില്ലല്ലോ. 105 ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകഅയ്യിൻ മിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർദി യമറുന അലൈഹാ വഹും അൻഹാ മുഅ്രിദൂൻ. വകഅയ്യിൻ മിൻ ആയ, എത്രയോ ദൃഷ്ടാന്തങ്ങൾക്കരികിലൂടെയാണ്, ഫിസ് സമാവാതി ആകാശങ്ങളിലുള്ള, വൽ അർദി ഭൂമിയിലുമുള്ള, യമറുന അലൈഹാ ഇവർ ഈ നിഷേധികൾ അതിൻ്റെ അടുത്തുകൂടെ നടന്നു പോകുന്നു. അപ്പോൾ വാനങ്ങളിലുള്ള ആകാശഭൂമികളിലുള്ള എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾക്കരികിലൂടെയാണ് നിഷേധികൾ നടന്നു പോകുന്നത്. യമുറൂന, അല്ലേ? വകഅയ്യിൻ മിൻ ആയ, എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണ്, ഫിസ് സമാവാതി വൽ അർദി ആകാശങ്ങളെയും ഭൂമിയിലുമുള്ള, യമുറൂന ഈ നിഷേധികൾ നടന്നു പോകുന്നു, അലൈഹ ഇതിനരികിലൂടെ. എന്നിട്ടോ വഹും അൻഹാ മുഅ്രിദൂൻ, അവയെക്കുറിച്ച് അവർ പിന്തിരിഞ്ഞു കളയുകയാണ്. വഹും അവർ അൻഹ ആ ദൃഷ്ടാന്തങ്ങളെ തൊട്ട് മുഅ്രിദൂൻ പിന്തിരിഞ്ഞു കളയുന്നവരാണ്. അതൊന്നും ഗൗനിക്കണില്ല എന്നർത്ഥം. 106 ആയത്തിലേക്ക് കിടക്കാം. അള്ളാഹുവിലുള്ള വിശ്വാസത്തെ പറ്റി പറയുമ്പോൾ ഈ നിഷേധികൾ പറയും, ഞങ്ങളും അങ്ങനെ വിശ്വസിക്കുന്നു. ആ ഒരു ധാരണയാണ് മക്കയിലെ ബഹുദൈവാരാധകർക്കുണ്ടായിരുന്നത്. നിങ്ങൾ അള്ളാഹുവിൽ ഞങ്ങളും വിശ്വസിക്കുന്നുണ്ട്, സ്രഷ്ടാവും അന്നദാതാവും ഒക്കെ അള്ളാഹുവാണ് എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ അവന് പങ്കുകാരെ സ്ഥാപിക്കുകയാണ് ഇവർ ചെയ്തിരുന്നത്. ലാത്ത്, മനാത്ത്, ഉസ്സ, ഇങ്ങനെ ഒട്ടേറെ ബിംബങ്ങളെ അവർ അള്ളാഹുവിൻ്റെ കൂടെ ആരാധിച്ചിരുന്നു. അവരിൽ മഹാഭൂരിപക്ഷത്തിന് വിശ്വാസം ഈ ശിർക്കാണ് എന്നാണ് ഇനി അല്ലാഹു തആല പറയുന്നത്. 106 ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ യുഅ്മിനു അക്തറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. വമാ യുഅ്മിനു അക്തറുഹും ബില്ലാഹ്, അവരിൽ അധിക പേരും അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നില്ല. ഇല്ലാ വഹും മുശ്രികൂൻ,
അവർ അള്ളാഹുവിന് പങ്കു ചേർത്തവരായിട്ടല്ലാതെ, എന്ന് പറഞ്ഞാൽ മറ്റു വസ്തുക്കളെ അള്ളാഹുവിനോട് പങ്കാളികളാക്കിക്കൊണ്ട് മാത്രമേ അവരിൽ മിക്കവരും വിശ്വസിക്കുന്നുള്ളൂ. മുശ്രിക്കുകൾ പറയും ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്. ശരി, പക്ഷെ ആ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതോടൊപ്പം അവരെങ്ങനെയാണ് വിശ്വസിക്കുന്നത്? അള്ളാഹുവിന് പങ്കുകാരെ ചേർത്തിട്ടില്ല, തയ്യും മനാത്തിനും ഉസ്സയും ഒക്കെ ചേർത്തിട്ട്. അതാണ് ആയത്തിൻ്റെ അർത്ഥം. 107-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. ശിർക്ക് ചെയ്യുന്ന ആളുകളെ ശക്തമായി താക്കീത് ചെയ്യുകയാണ് ഇനി. ഇപ്പം ഈ കോലത്തിൽ അള്ളാഹുവിന് പങ്കുകാരെ സ്ഥാപിച്ച് ബഹുദൈവാരാധന നടത്തുന്ന ആളുകൾ അവരെ താക്കീത് ചെയ്യുകയാണ്. അടിസ്ഥാനരഹിതമായ മൂഢവിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന ഈ മുശ്രിക്കുകൾ പരിപൂർണ സുരക്ഷിതത്വ ബോധത്തിലാണ് ഇവിടെ കഴിഞ്ഞുകൂടുന്നത്. അത് വേണ്ട. നിങ്ങളങ്ങനെ സുരക്ഷിതത്വ ബോധം, നിർഭയത്വം നിങ്ങൾക്ക് വേണ്ട. മുമ്പ് ഇത്തരം പല ധിക്കാരികളെയും ശിക്ഷിച്ച പോലെ ഇവരെയും അള്ളാഹു ശിക്ഷിച്ചേക്കാം. അവർക്ക് തടുക്കാൻ കഴിയാത്ത വലിയ വല്ല ശിക്ഷയും ബാധിക്കുകയോ ഓർക്കാപ്പുറത്ത് ഖിയാമം സംഭവിച്ച് അവർ അള്ളാഹുവിൻ്റെ മുന്നിൽ ഹാജരാക്കപ്പെടുകയോ ചെയ്തേക്കാം. ഇതൊന്നും ഉണ്ടാകില്ല എന്നതിന് എന്തുറപ്പാണ് നിങ്ങൾക്കുള്ളത്? അങ്ങനെ വല്ലതും സംഭവിച്ചാൽ രക്ഷപ്പെടാമെന്നും നിങ്ങൾ കരുതേണ്ടതില്ല. അത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫഅമിനൂ അൻ തഅതിയഹും ഗാശിയത്തും മിൻ അദാബില്ലാഹി ഔ തഅതിയഹും അസ്സാഅതു ബഗ്തതൻ വഹും ലാ യശ്ഉറൂൻ. അഫഅമിനൂ, അവർ നിർഭയരായിരിക്കുകയാണോ? അൻ തഅതിയഹും, അവർക്ക് വന്നെത്തുന്നതിന്, ഗാശിയത്തും മിൻ അദാബില്ലാഹ്, തങ്ങളെ ഗ്രസിച്ച് കളയുന്ന ഏതെങ്കിലും ശിക്ഷ, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് തങ്ങളെ ഒന്നാകെ മൂടിക്കളയുന്ന ഏതെങ്കിലും ഒരു ശിക്ഷ വരില്ല എന്നവർ നിർഭയരായിരിക്കുകയാണോ? ഔ അല്ലെങ്കിൽ തഅതിയഹും സാഅതു ബഗ്തതൻ, പെട്ടെന്ന് ഖിയാമം വന്നെത്തുകയോ ഓർക്കാപ്പുറത്ത് ഖിയാമം വന്നെത്തുകയോ ചെയ്യില്ല എന്നവർ നിർഭയരായിരിക്കുകയാണോ? ബഗ്തത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ഗാശിയ എന്ന് പറഞ്ഞാൽ ആകെ മൂടിക്കളയുന്ന എന്നാണ് അർത്ഥം. അപ്പോൾ തങ്ങളെ ഗ്രസിച്ച് കളയുന്ന എന്തെങ്കിലും ദൈവിക ശിക്ഷ വന്നെത്തുകയോ ഓർക്കാപ്പുറത്ത് അന്ത്യനാൾ ആസന്നമാവുകയോ ചെയ്യുന്നതിനെ കുറിച്ച് അവർ നിർഭയരായിരിക്കുകയാണോ? വഹും ലാ യശ്ഉറൂൻ, അവർ അറിയാതെ ആണ്. അതാ ഓർക്കാപ്പുറത്ത് പെട്ടെന്ന് അവർ അറിയാതെ യദൃച്ഛയാ ഖിയാമം അവർക്ക് വന്നെത്തുകയോ അല്ലെങ്കിൽ ഈ ശിക്ഷ വന്നെത്തുകയോ ചെയ്യുന്നത് അവർ നിർഭയരായിരിക്കുകയാണോ? അടുത്ത ആയത്തിലേക്ക് കടക്കാം. 108-ാമത്തെ ആയത്ത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശത്രുക്കളായി പല ആളുകളും ഉണ്ടായിരുന്നു. സ്വന്തം നാട്ടുകാരുണ്ട്, അല്ലാത്തവരുണ്ട്. അത് അന്ന് മാത്രമല്ല, പിൽക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. മനുഷ്യരാശിയുടെ അവസാനം വരെ, ഖിയാമം വരെ അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും, അല്ലേ? ഈ പശ്ചാത്തലത്തിൽ ഒരു നയപ്രഖ്യാപനം നടത്താൻ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പിക്കുകയാണ്. ശത്രുത വെക്കാനോ വിയോജിപ്പ് പ്രകടിപ്പിക്കാനോ മാത്രം ഞാനൊന്നും പറയുന്നില്ലല്ലോ. ഞാൻ പറയുന്നത് സർവാംഗീകൃതമായ, എല്ലാവരും അംഗീകരിക്കുന്ന നയമാണ് എൻ്റേത്. ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താനാണ് പറയുന്നത്. എന്താണ് ആ പ്രഖ്യാപനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയട്ടെ, പ്രഖ്യാപിക്കട്ടെ. എന്ത്? ഇതാണ് എൻ്റെ നയവും നിലപാടും. ഏത്? മനുഷ്യ സൃഷ്ടാവും പ്രപഞ്ച സംരക്ഷകനുമായ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കാണ് ഞാൻ എല്ലാവരെയും ക്ഷണിക്കുന്നത്. ഈ ആദർശം അംഗീകരിക്കുന്ന ആളുകളാണ് എൻ്റെ കൂടെയുള്ളത്. ഞാനും അവരും കാര്യകാരണ സഹിതവും യുക്തിയുക്തവുമായ കാഴ്ചപ്പാടുള്ള ആളുകളാണ്. മഹോന്നതനും പരിശുദ്ധനുമായ അള്ളാഹു ഏകനാണ്. അവനിലേ വിശ്വസിക്കാവൂ. അവന് പങ്കുകാരെ സ്ഥാപിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് ഈ ദീനിൻ്റെ കാതൽ. ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ അള്ളാഹു തആല കൽപ്പിക്കുകയാണ്. ആയത്ത് നോക്കാം. 108-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രികീൻ. ഖുൽ, നബി അങ്ങ് പ്രഖ്യാപിക്കുക, ഹാദിഹി സബീലി, ഇതാണ് എൻ്റെ വഴി, ഇതാണ് എൻ്റെ മാർഗം. അദ്ഉ ഇലല്ലാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് ക്ഷണിക്കുന്നു. എൻ്റെ നയം ഇതാണ്. അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി, ഞാനും എന്നെ പിന്തുടരുന്നവരും ഉൾക്കാഴ്ചയോടെയാണ് നിലകൊള്ളുന്നത്. അലാ ബസീറത്തിൻ, ഉൾക്കാഴ്ചയുടെ മേലിലാണ്, അന, ഞാനും, വമൻ ഇത്തബഅനി, എന്നെ പിന്തുടർന്നവരും നിലകൊള്ളുന്നത്. ഇത് ഞങ്ങളുടെ നയം, ഇതാണ് ഞങ്ങളുടെ നയം. വസുബ്ഹാനല്ലാഹി, അല്ലാഹു തആല എത്രയോ പരിശുദ്ധനാണ്. വമാ അന മിനൽ മുശ്രികീൻ, ഞാൻ ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനല്ല. ഇതങ്ങോട്ട് ക്ലിയർ കട്ടായി പ്രഖ്യാപിക്കാൻ പറയുകയാണ് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിൻ്റെ മൗലിക ലക്ഷ്യമാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ വിളംബരം, പ്രഖ്യാപനമാണ് ഇവിടെ നടന്നത്. മുഴുവൻ മുർസലീങ്ങളും
അവരുടെ പിന്മുറക്കാരായി ഖിയാമത്ത് നാൾ വരെ രംഗത്ത് വരാനിരിക്കുന്ന എല്ലാ മതപ്രബോധകരും ഈ ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ വിശേഷണങ്ങളെയാണ് ജീവിച്ചത് അല്ലെങ്കിൽ ജീവിക്കേണ്ടത്. ഇത് തന്നെയാണ് അവരും പറയുന്നത്. സർവ്വ അമ്പിയാക്കളും മുർസലീങ്ങളും ഇനി ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന എല്ലാ ദായികളും എല്ലാ പ്രബോധകന്മാരും ഈ ഒരു ഈ ഒരു നയമാണ് സ്വീകരിക്കേണ്ടത്. അതാണ് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. 109-ാമത്തെ ആയത്ത് നോക്ക്. കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞ ആ ആദർശം, അതായത് 108-ാമത്തെ ആയത്തിൽ പറഞ്ഞ ആ ആദർശം മനുഷ്യരെ പഠിപ്പിക്കാനും അതിലേക്ക് അവരെ ക്ഷണിക്കാനും വ്യവസ്ഥാപിതമായ മാർഗം അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ട്. അതാണ് പ്രവാചകന്മാരെ അയച്ചുകൊണ്ടിരിക്കുക എന്നത്. യോഗ്യന്മാരും തൻ്റെ ഇടമുള്ളവരും പട്ടണവാസികളുമായ പുരുഷന്മാരായിരുന്നു ആ പ്രവാചകന്മാർ. അവരെയാണ് അല്ലാഹു തആല പ്രവാചകന്മാരെ നിയമിക്കുക. അത്തരം മഹാപ്രവാചകന്മാർ യഥായോഗ്യം സത്യപ്രബോധനം നടത്തിയിട്ടും അവരുടെ സമൂഹങ്ങൾ പലതും അവരെ ധിക്കരിച്ചു, നിഷേധം തുടർന്നു. ഫലമോ അവരെ ഉന്മൂലനം ചെയ്തു, അവരെ നശിപ്പിച്ചു കളഞ്ഞു. ഭൂമിയിൽ സഞ്ചരിച്ചു നോക്കിയാൽ നിഷേധികളായ സമൂഹങ്ങളെ ഉന്മൂലനം ചെയ്തതിൻ്റെ അവശിഷ്ടങ്ങൾ അവിശ്വാസികൾക്ക് ഇന്നും കാണാം. ഭൂമിയിലൂടെ സഞ്ചരിച്ചു നോക്കിയാൽ മതി, നിരവധി ദൃഷ്ടാന്തങ്ങൾ കാണാൻ കഴിയും. ചിന്തിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും തയ്യാറാകണം എന്നൊരു കണ്ടീഷൻ മാത്രം, അപ്പോഴേ അതൊക്കെ കാണുള്ളൂ. പൂർവികരായ സമൂഹങ്ങൾ ഉന്മൂലനത്തിന് നാശത്തിന് വിധേയരായ എത്രയെത്ര സ്ഥലങ്ങളിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഖുർആന്റെയും ശത്രുക്കളായ മക്കയിലെ മുശ്രിക്കുകളും മറ്റും സഞ്ചരിക്കുന്നത്. എന്നിട്ടും അവർ ബഹുദൈവങ്ങളെ ആരാധിക്കുകയാണ്. അന്ത്യനാൾ വരികയോ ദൈവശിക്ഷ ഇറങ്ങുകയോ ചെയ്യുമ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ ഏത് ശക്തിയാണുണ്ടാവുക? ആർക്കാണ് കഴിയുക? ഭൗതിക ജീവിതത്തിൽ മതിമറന്ന് അഹങ്കരിച്ചത് കാരണമാണ് പ്രവാചകന്മാരെ നിഷേധികളായ അവരുടെ സമൂഹം തള്ളിക്കളഞ്ഞത്. പക്ഷേ ഈ ഭൗതിക ജീവിതവും സുഖാഡംബരവും ഒക്കെ ക്ഷണികമല്ലേ, നൈമിഷികമല്ലേ? സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക്, മുത്തഖീങ്ങളായ ആളുകൾക്ക് ഇത് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. ഈ നിഷേധികൾക്കെല്ലാം ഒന്ന് ചിന്തിച്ചു നോക്കിക്കൂടെ എന്നാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. നോക്കാം 109-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം മിൻ അഹ്ലിൽ ഖുറാ അഫലം യസീറൂ ഫിൽ അർളി ഫയൻദുറൂ കൈഫ കാന അഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം വലദാറുൽ ആഖിറതി ഖൈറുൽ ലില്ലദീന തഖവ അഫലാ തഅഖിലൂൻ. വമാ അർസൽനാ മിൻ ഖബ്ലിക്, അങ്ങയുടെ മുമ്പ് നാം നിയോഗിച്ചിട്ടില്ല, ഇല്ലാ റിജാലൻ, പുരുഷന്മാരെയല്ലാതെ, നൂഹി ഇലൈഹിം, നമ്മൾ അവർക്ക് വഹി നൽകുന്നു, മിൻ അഹ്ലിൽ ഖുറാ, പട്ടണവാസികളായ, പട്ടണത്തിൽ താമസിക്കുന്നവരിൽപ്പെട്ട പുരുഷന്മാരെയാണ് അങ്ങേക്ക് മുമ്പ് നാം വഹി നൽകി പ്രവാചകന്മാരായി നിയോഗിച്ചത്. അല്ലേ? ഇങ്ങനെ അങ്ങേക്ക് മുമ്പ് നാം ദൈവദൂതന്മാരായി നിയമിച്ചിരുന്നത് പട്ടണവാസികളായ പുരുഷന്മാരെ തന്നെയാണ്. അഫലം യസീറൂ ഫിൽ അർദ്, അവര് ആ നിഷേധികൾ ഭൂമിയിൽ സഞ്ചരിച്ചു നോക്കട്ടെ. അഫലം യസീറൂ ഫിൽ അർളി, അവർ ഭൂമിയിലൊന്ന് സഞ്ചരിക്കട്ടെ. എന്താണ് അവർ സഞ്ചരിക്കാത്തത്? എന്നിട്ട് ഫയൻദുറൂ, അവർ നോക്കിക്കാണട്ടെ, കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുമ്പുള്ള സമൂഹങ്ങളുടെ പരിണതി എങ്ങനെയായിരുന്നു എന്ന്, അവരുടെ മുമ്പുള്ള സമൂഹങ്ങളുടെ ആഖിബത്ത്, പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് അവർ നോക്കിക്കാണട്ടെ, അവർ മനസ്സിലാക്കട്ടെ, കണ്ടു മനസ്സിലാക്കട്ടെ. അഫലം യസീറൂ, അവർ സഞ്ചരിക്കുന്നില്ലേ, ഫിൽ അർളി, ഭൂമിയിൽ, ഫയൻദുറൂ, അവർ കണ്ടു മനസ്സിലാക്കുകയും ചെയ്യുന്നില്ലേ, കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുമ്പുള്ള സമൂഹങ്ങളുടെ ആഖിബത്ത് എങ്ങനെയായിരുന്നു എന്ന്. വലദാറുൽ ആഖിറ, പരലോക ഭവനമാണ്, ഖൈറുൻ, ഏറ്റവും ഉത്തമം, ലില്ലദീന തഖൗ, മുത്തഖീങ്ങളായ ആളുകൾക്ക്, സൂക്ഷ്മാലുക്കൾക്ക്. ഈ ദുനിയാവ് നശിച്ചു പോകാനുള്ളതാണ്. മുത്തഖീങ്ങളായ ആളുകൾ പരിഗണന കൊടുക്കേണ്ടതിനാണ് വലദാറുൽ ആഖിറ, പരലോക വീടിനാണ്. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നില്ലേ, ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ? നഗരങ്ങളും പട്ടണങ്ങളുമൊക്കെ ഉള്ള നാടുകൾക്കാണ് അൽ ഖുറ എന്ന് പറയുക. നഗരങ്ങളും പട്ടണങ്ങളും അടക്കമുള്ള നാടുകൾ. പ്രവാചകന്മാരെ നിയമിക്കുന്നത് പുരുഷന്മാരാണ് എന്നും അവർ പട്ടണവാസികളായിരിക്കും എന്നും പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണം. പഴയ കാലത്ത്, പൗരാണിക കാലത്ത് നല്ലൊരു വിഭാഗം ആളുകൾ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആളുകളായിരുന്നു. എന്നാൽ വിദ്യാഭ്യാസവും സംസ്കാരവും സൽസ്വഭാവ മൂല്യങ്ങളും ഒക്കെ ഗ്രാമവാസികൾക്ക് താരതമ്യേന കുറവുണ്ടാവുക. പട്ടണത്തിൽ താമസിക്കുന്ന ആളുകൾക്കാണ് ഇതൊക്കെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ പട്ടണവാസികളായ പുരുഷന്മാരെയാണ് ദൈവദൂതരായി, മുർസലീങ്ങളായി, അമ്പിയാക്കളായി അല്ലാഹു തആല അയച്ചിരുന്നത്. ഗ്രാമവാസികളോ അല്ലെങ്കിൽ മലഞ്ചെരിവുകൾ താമസിക്കുന്നവരോ ഒക്കെ ആയാൽ വേണ്ടത്ര സംസ്കാര സമ്പന്നരോ വിവേകശാലികളോ അഭ്യസ്തവിദ്യരോ ആകണമെന്നില്ല, അല്ലേ? മാത്രമല്ല
സംസ്കാരത്തിലും പെരുമാറ്റത്തിലുമൊക്കെ സ്വല്പം പരുഷരായിരിക്കും അത്തരം ആളുകൾ. അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് ജനങ്ങളുമായി അടുത്തിടപഴകാനും അവരോട് ചേർന്ന് നിന്ന് പ്രബോധനം നിർവഹിക്കാനും ഒക്കെ അവർക്ക് പ്രയാസം ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥയും ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ബൗദ്ധ വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തള്ളിപ്പറയുന്നത് തീർത്തും നിരർത്ഥകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പട്ടണവാസിയാണ്, മക്കയിലാണ് ജനിക്കുന്നത് അല്ലേ, അവിടെയാണ് താമസിക്കുന്നത്, അവിടെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷനുള്ള മുമ്പ് കഴിഞ്ഞ പ്രവാചകന്മാരെയും ഇങ്ങനെ തന്നെയാണ് നിയമിച്ചത്. പുരുഷന്മാരെ പട്ടണവാസികളെ വഹ്യ് നൽകി നിയോഗിച്ചു. അതേപോലെയാണ് മുഹമ്മദ് നബിയെയും നിയോഗിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ പ്രവാചകനെ നിഷേധിക്കാൻ മക്ക മുശ്രിക്കുകൾക്ക് ഒരു ന്യായവും ഇല്ല. പ്രവാചകന്മാർ പല ടൈപ്പുമുള്ള ആളുകളുമായി അടുത്ത് ഇടപഴകേണ്ട ആളുകളാണ്. അത് പട്ടണവാസികൾക്ക് അതിനൊക്കെ ആവശ്യമായ അറിവും ക്ഷമയും സഹിഷ്ണുതയും വിട്ടുവീഴ്ച മനോഭാവവും ഉണ്ടാവും. ഗ്രാമവാസികൾക്ക് അത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇമാം ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഗ്രാമവാസികളിൽ നിന്നോ സ്ത്രീകളിൽ നിന്നോ ജിന്നുകളിൽ നിന്നോ ഒരൊറ്റ നബിയെയും അല്ലാഹു തആല അയച്ചിട്ടില്ല. അതിന് കാരണം ഇതാണ്. മലക്കുകളിൽ നിന്നോ സ്ത്രീകളിൽ നിന്നോ പ്രവാചക നിയോഗം ഉണ്ടായിട്ടില്ല എന്നതിന് തെളിവാണ് ഈ ആയത്ത് എന്ന് ഇമാം ത്വബരിയും എഴുതിയിട്ടുണ്ട് റഹ്മത്തുള്ളാഹി അലൈഹി. മലക്കുകളെ റസൂലാക്കി നിയോഗിക്കുക എന്നത് ഒരിക്കലും പ്രായോഗികമേ അല്ല. കാരണം മലക്കുകളുടെ പ്രകൃതിയും സ്വഭാവവും വേറെ തന്നെയാണ്. നമ്മൾ സൂറത്തുൽ അൻആം പഠിച്ചപ്പോൾ വിഷയം പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ പ്രകൃതം മാറ്റം വരുത്തി മനുഷ്യരുടെ പ്രകൃതി നൽകപ്പെടാത്ത കാലത്തോളം മലക്കും മനുഷ്യനും തമ്മിൽ സമ്പർക്കം പുലർത്താൻ കഴിയില്ല. ഇനി മലക്കിന് മനുഷ്യ പ്രകൃതി നൽകി എന്ന് സങ്കല്പിക്കുക, അപ്പൊ പിന്നെ അത് മലക്കല്ലാതെ മാറും അല്ലേ? പിന്നെ അതിലെന്താ പ്രസക്തി? പിന്നെ സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് പ്രബോധന ദൗത്യം വേണ്ടതുപോലെ നിർവഹിക്കാൻ കഴിയാത്ത പ്രകൃതിപരമായ പല വിഷയങ്ങളുള്ള ആളുകളാണ് സ്ത്രീകൾ. അതുകൊണ്ട് സ്ത്രീകളിൽ നിന്നും പ്രവാചകന്മാരെ അല്ലാഹു തആല നിയോഗിച്ചിട്ടില്ല. വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം. അല്ലേ, നുബുവ്വത്തുമായി ബന്ധപ്പെട്ട ദിവ്യ ദൗത്യത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം, നാം വഹി നൽകുന്ന ചില പുരുഷന്മാരെ അല്ലാതെ. അത് പ്രവാചകത്വവുമായി ബന്ധപ്പെട്ട നുബുവ്വത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇത് പറയാൻ കാരണം, ഇങ്ങനെ നുബുവ്വത്ത് നൽകപ്പെടാതെ ചിലപ്പോൾ മലക്കുകളും അള്ളാഹുവിൻ്റെ ദൂതന്മാരെ ആക്കപ്പെടാറുണ്ട് അല്ലേ? അവരെക്കുറിച്ചും റുസൂൽ എന്ന് തന്നെയാണ് പറയാം. അള്ളാഹുവിൻ്റെ മലക്കുകൾ ദൂതന്മാരെ വരാറുണ്ട്, അവരെക്കുറിച്ചും റുസൂൽ എന്നാണ് പറയാം. അപ്പൊ ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞത് ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം എന്ന് പറഞ്ഞാൽ നുബുവ്വത്തുമായി ബന്ധപ്പെട്ട ആ ഒരു റിസാലത്തിനെ കുറിച്ചാണ്, ആ ഒരു സന്ദേശത്തെക്കുറിച്ചാണ്, ദൗത്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. മലക്കുകൾ പലപ്പോഴും മുർസലീങ്ങളായി അല്ലെങ്കിൽ റുസൂലായി ദൂതന്മാരായി വരാറുണ്ട്. അത് നമ്മൾ ഈ പറഞ്ഞതിൽ പെടില്ല. അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ മാതാവ്, ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ മാതാവിനൊക്കെ വഹി ലഭിച്ചിട്ടുണ്ട്. അത് അവർ മുർസലീങ്ങളായതുകൊണ്ടല്ല, പ്രവാചകന്മാരായതുകൊണ്ടല്ല. അപ്പോൾ പ്രവാചകന്മാരല്ലാത്ത ആളുകൾക്കും വഹി ലഭിച്ചു എന്ന് വരാം. അതുകൊണ്ടൊന്നും ഇവരൊക്കെ പ്രവാചകന്മാരാണ് എന്ന് വരുന്നില്ല. ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞത് നുബുവ്വത്തുമായി ബന്ധപ്പെട്ട പ്രവാചകന്മാരെ കുറിച്ചാണ്. സ്വകാര്യ സന്ദേശം നൽകുക, സ്വകാര്യമായി സംസാരിക്കുക, തോന്നിപ്പിക്കുക, ഇങ്ങനെ അർത്ഥങ്ങൾക്കൊക്കെ വഹി, ഔഹ അല്ലെങ്കിൽ എന്ന പദങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. തേനീച്ചയ്ക്ക് അല്ലാഹു തആല അതിൻ്റെ വിദഗ്ധമായ കൂടുണ്ടാക്കാൻ തോന്നിപ്പിച്ചു കൊടുത്തതിനെ പറഞ്ഞപ്പോൾ സൂറത്തുൻ നഹ്ലിൽ വൗഹാ റബ്ബുക ഇലൻ നഹ്ലി എന്നാണ് പറഞ്ഞത്. വൗഹാ റബ്ബുക ഇലൻ നഹ്ലി, തേനീച്ചയ്ക്ക് അവൻ വഹി നൽകി എന്നാണ് പറഞ്ഞത് സൂറത്തുൻ നഹ്ൽ 68-ാമത്തെ ആയത്തിൽ അല്ലേ? അപ്പോൾ ഈ വഹി എന്നതിന് പല അർത്ഥങ്ങളുണ്ട്. ഇപ്പം നൂഹി ഇലൈഹിം നമ്മളിവിടെ പറഞ്ഞല്ലോ. ഇവിടെ പറഞ്ഞത് നുബുവ്വത്ത് ലഭിച്ച ആളുകളെ കുറിച്ചാണ്. അതല്ലാത്തവർക്കും വഹി ലഭിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവർ പ്രവാചകന്മാരാണ് എന്ന് വരണമെന്നില്ല. അതേപോലെ മലക്കുകളും ചിലപ്പോൾ ദൂതന്മാരായിട്ട് വരാറുണ്ട്, അവരെക്കുറിച്ചും റുസുല് എന്ന് തന്നെയാണ് പറയുക. അതും നമ്മൾ ഈ ഉദ്ദേശിച്ച നുബുവ്വത്തിൻ്റെ റിസാലത്തിൻ്റെ അല്ല അവിടുത്തെ ഉദ്ദേശം. ശരി, 110-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിഷേധിച്ചതിൻ്റെ പേരിൽ ഇതുവരെയും ഒരു ശിക്ഷയും ഞങ്ങൾക്ക് വന്നിട്ടില്ലല്ലോ എന്ന് ചിലപ്പോൾ മക്കാ മുശ്രിക്കുകൾക്ക് തോന്നിയേക്കാം. അതിനുള്ള മറുപടിയാണ് ഇനിയുള്ള ആയത്ത്. അതാരും അങ്ങനെ പറയും ചെയ്തിരുന്നു. മുമ്പ് വന്നുപോയ പ്രവാചകന്മാർ വളരെ കഷ്ടപ്പാടുകൾ സഹിച്ച ആളുകളാണ്. തങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് അവർ ജനങ്ങളോട് പലതവണ പറഞ്ഞു നോക്കി. മുഅ്ജിസത്തുകൾ പലതും കാണിച്ച് സത്യാവസ്ഥ ബോധ്യപ്പെടുത്തി കൊടുത്തു. ധിക്കാരികൾക്കും നിഷേധികൾക്കും ശിക്ഷ വരുമെന്നറിയിച്ചു. പക്ഷേ അവരതൊന്നും ചെവിക്കൊണ്ടില്ല. അങ്ങനെ അവരുടെ ധിക്കാരം തുടർന്നപ്പോൾ അവർ വിശ്വസിക്കുന്ന പ്രതീക്ഷ തീരെ ഇല്ലാതെയായി. ഈ പ്രവാചകന്മാർ പറയുന്നതൊക്കെ വ്യാജമാണ് എന്ന് ജനങ്ങൾ വിധി എഴുതുകയും ചെയ്തു. പക്ഷേ അവസാനം എന്താണ് സംഭവിച്ചത്? സത്യം പുലരുക തന്നെ ചെയ്തു. കുറേ പരീക്ഷണഘട്ടങ്ങൾ തരണം ചെയ്ത ശേഷം
പ്രവാചകന്മാർക്കും സത്യവിശ്വാസികൾക്കും അള്ളാഹുവിൻ്റെ സഹായം വന്നെത്തുക തന്നെ ചെയ്തു. പല നിഷേധി സമൂഹങ്ങളും ഈ ഭൂമുഖത്തു നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. ഇനി അഥവാ ഈ ലോകത്ത് വെച്ച് ശിക്ഷയൊന്നും ഉണ്ടായില്ലെങ്കിൽ തന്നെ രക്ഷപ്പെട്ടു എന്ന് അവിശ്വാസികൾ കരുതേണ്ട. പരലോകത്ത് കഠോര ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത്. അത് ആർക്കും തട്ടിമാറ്റാൻ കഴിയില്ല. നോക്കൂ 110-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹത്താ ഇദാ ഇസ്തൈഅസ الرُّسُلُ وظنوا أنهم قد كذبوا جاءهم نصرنا فنجي من نشاء ولا يرد بأسنا عن القوم المجرمين. ഹത്താ ഇദാ ഇസ്തൈഅസ الرُّسُلُ, അങ്ങനെ മുർസലുകൾ നിരാശരായപ്പോൾ, പൂർവ്വ സമുദായങ്ങൾ നിഷേധിച്ചപ്പോൾ ഉടനടി അള്ളാഹു അവരെ ശിക്ഷിച്ചിരുന്നില്ല. അങ്ങനെ ഹത്താ ഇദസ്തൈഅസ الرُّسُلُ, പ്രവാചകന്മാർ നിരാശരായപ്പോൾ എന്ന് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കില്ല എന്നവർക്ക് ഉറപ്പായപ്പോൾ, വലന്നു, ആളുകൾ കരുതുകയും ചെയ്തപ്പോൾ, അന്നഹും അവർ ഖദ് കുദിബു, അവർ വ്യാജമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ അവരോട് പറഞ്ഞിരുന്നതെല്ലാം കള്ളമായിരുന്നു എന്ന് ജനങ്ങൾക്ക് തോന്നിക്കഴിയുകയും ചെയ്തപ്പോൾ, ഇങ്ങനെ ഹത്താ ഇദസ്തഅസ الرُّسُلُ, അങ്ങനെ മുർസലുകൾ നിരാശരായപ്പോൾ, ആളുകളെക്കുറിച്ച് അവർ വിശ്വസിക്കില്ല എന്ന് നിരാശരായപ്പോൾ, വദന്നു അന്നഹും ഖദ് കുദിബു, പ്രവാചകന്മാർ തങ്ങളോട് പറഞ്ഞിരുന്നതെല്ലാം കള്ളമായിരുന്നു എന്ന് ജനങ്ങൾക്ക് തോന്നിക്കഴിയുകയും ചെയ്തപ്പോൾ, ജാഅഹും നസ്റുനാ, ആ പ്രവാചകന്മാർക്ക് വന്നെത്തി നസ്റുന, നമ്മുടെ സഹായം. അങ്ങനെ ഫനുജ്ജിയ മൻ നശാ, നമ്മൾ ഉദ്ദേശിച്ച ആളുകൾ സുരക്ഷിതരായി രക്ഷപ്പെട്ടു. ഫനുജ്ജിയ മൻ നശാ, നമ്മൾ ഉദ്ദേശിച്ച ആളുകൾ സുരക്ഷിതരായി. വലാ യുറദ്ദു, തട്ടപ്പെടുകയില്ല, ബഅസുന, നമ്മുടെ ശിക്ഷ, അനിൽ ഖൗമിൽ മുജ്രിമീൻ, കുറ്റവാളികളായ ആളുകളിൽ നിന്ന്. ഇവിടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ധിക്കാരികൾ പലപ്പോഴും അക്രമ വിളയാട്ടം നടത്തിയിട്ടുണ്ട്. വല്ലാതെ അറമാദിച്ചിട്ടുണ്ട് അവർ. അങ്ങനെ അക്രമങ്ങൾ മുഴുത്ത് പ്രവാചകന്മാരെ ആളുകൾ നിരാശയുടെ വക്കോളം എത്തി. ഈ ആളുകൾ ഇനി വിശ്വസിക്കാൻ സാധ്യതയില്ല. മാത്രമല്ല, ജനങ്ങൾ അവരെ കളിയാക്കി. നിങ്ങളല്ലേ പറഞ്ഞത് അള്ളാഹിൻ്റെ സഹായം നിങ്ങൾക്ക് കിട്ടുന്നൊക്കെ, നിങ്ങൾ അള്ളാഹിൻ്റെ ഇഷ്ടപ്പെട്ട ആളുകളാണ്, മുഅ്മിനീങ്ങളാണെന്നൊക്കെ, എന്നാലും നിങ്ങൾക്ക് അള്ളാഹിൻ്റെ സഹായം കിട്ടാത്തത്, ഇങ്ങനെ പറഞ്ഞ ആളുകൾ അവരെ കളിയാക്കി. മാത്രമല്ല, ആളുകൾ പറഞ്ഞു ഈ പ്രവാചകന്മാർ നമ്മളോട് പറയുന്നതൊക്കെ കള്ളമാണ് എന്ന ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ച് അവരെ തള്ളിക്കളഞ്ഞു. ആ ഒരു അവസരത്തിൽ എത്തിയപ്പോഴേക്കും അള്ളാഹുവിൻ്റെ സഹായം ഒടുവിൽ മുസ്ലിങ്ങൾക്ക് വന്നു കിട്ടുകയാണ്. അങ്ങനെ വിശ്വാസികൾ സംതൃപ്തരാകുകയും ചെയ്യുകയാണ്. ഇസ്തൈഅസ الرُّسُلُ, റസൂലുകൾ നിരാശരായി എന്ന് പറഞ്ഞത് ജനങ്ങൾ നിഷേധത്തിൽ ഉറച്ചു നിന്നതുകൊണ്ട് അവർ വിശ്വസിക്കുമെന്ന പ്രതീക്ഷ ഇല്ലാതെയായി എന്ന ഉദ്ദേശത്തിലാണ്. ഉളന്നു അന്നഹും ഖദ് കുദിബു, ഇവിടെ കുദിബു എന്നിടത്ത് കുദിബു എന്നും ഖിറാഅത്തുണ്ട്. കുദിബു എന്നുമുണ്ട്, കുദിബു എന്നുമുണ്ട്. ഈ ഖിറാഅത്ത് വ്യത്യാസവും അതേപോലെ ഈ വാക്യത്തിൽ ഉപയോഗിച്ച ലമീറുകൾ, സർവനാമങ്ങൾ, അതിൻ്റെ ഉദ്ദേശങ്ങളും അടിസ്ഥാനപ്പെടുത്തി ഇവയുടെ വിവിധ വ്യാഖ്യാനങ്ങൾ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. ഭൂരിഭാഗം വ്യാഖ്യാതാക്കളും പറഞ്ഞ അഭിപ്രായം അനുസരിച്ചാണ് നമ്മൾ നേരത്തെ ആയത്തിൻ്റെ അർത്ഥം പറഞ്ഞത്. അതായത് ഒലന്നു അന്നഹും ഖദ് കുദിബു എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം കളവാണ് എന്ന് ജനം കരുതി. ഇതാണ് അധിക വ്യാഖ്യാതാക്കളും പറഞ്ഞ അഭിപ്രായം. ഈ അഭിപ്രായ പ്രകാരം ലന്നു എന്ന് പറഞ്ഞത് ഓരോ ജനതയും കരുതി എന്ന ഉദ്ദേശത്തിലാണ്. ആ റസൂലുകൾ ആരിലേക്കാണോ അയക്കപ്പെട്ടത് ആ ജനത കരുതി എന്നർത്ഥം. നമ്മൾ ആയത്തിൻ്റെ അർത്ഥം പറഞ്ഞപ്പോൾ ഈ അഭിപ്രായമാണ് സ്വീകരിച്ചത്. ഇനി നമ്മൾ അടുത്ത ആയത്തിലേക്ക് കടക്കുകയാണ്. 111-ാമത്തെ ആയത്ത്, അതായത് ഈ സൂറയിലെ അവസാനത്തെ ആയത്ത്. ഈ സൂറയിലെ അവസാനത്തെ ആയത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം വളരെ വിശദമായി ഇവിടെ അള്ളാഹു തആല അവതരിപ്പിച്ചു. മറ്റു പ്രവാചകന്മാരുടെ ജീവിതത്തിലേക്കും പ്രബോധന പ്രവർത്തനങ്ങളിലേക്കും അവസാനം വിരൽ ചൂണ്ടുകയും ചെയ്തു. പൂർവികരുടെ ഇത്തരം കഥാകഥനങ്ങളിലും ചരിത്ര പ്രതിപാദനങ്ങളിലും ചിന്താശീലരായ ബുദ്ധിമാന്മാരായ ആളുകൾക്ക് ഒട്ടേറെ ഗുണപാഠങ്ങളുണ്ട്. അത് ഉൾക്കൊള്ളുകയാണ് വേണ്ടത് എന്നല്ലാതെ മുൻവിധിയോടെ അതിനെ നിഷേധിക്കുകയല്ല ചെയ്യേണ്ടത്. അല്ലാഹു തആല അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റോട് കൂടിയാണ് ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ
ആണല്ലോ ഇപ്പോൾ ഈ കഥകളൊക്കെ ഉദ്ധരിക്കപ്പെട്ടത്. ഈ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം വിശദമായി ഉദ്ധരിച്ചത് പരിശുദ്ധ ഖുർആനിലാണ്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ അക്ഷരം പോലും ഈ കഥാവിവരണത്തിൽ അധികമോ അനാവശ്യമോ ഉണ്ടാകില്ല. കാരണം അത് ദൈവിക ഗ്രന്ഥമാണ്. സ്വന്തം ഇഷ്ടപ്രകാരം ആർക്കും ഉണ്ടാക്കാനാകില്ല. മറിച്ച് മുൻവേദങ്ങളായ തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ ഇവയെക്കുറിച്ച് ഈ ഗ്രന്ഥങ്ങളെയൊക്കെ തൗറാത്തിനെയും സബൂറിനെയും ഇഞ്ചീലിനെയും ശരിവെച്ച് മനുഷ്യജീവിതത്തിന് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും വിസ്തരിച്ച് സന്മാർഗദർശിയായി അവതീർണമായതാണ് ഈ പവിത്രമായ ഖുർആൻ. സത്യവിശ്വാസികൾക്ക് ഇതൊരു അനുഗ്രഹമാണ്. ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗത്തിലേക്കും വഴിപിഴവിൽ നിന്ന് ശരിയായ പന്താവിലേക്കും അവരുടെ ഹൃദയങ്ങൾ ഈ ഖുർആനിലൂടെ ചെന്നെത്തും. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹം ഈ ഖുർആൻ കൊണ്ട് അവർ ആഗ്രഹിക്കുകയും ചെയ്യും. ഇതാണ് 111-ാമത്തെ ആയത്തിൽ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ് മാ കാന ഹദീസൻ യുഫ്തറാ വലാകിൻ തസ്ദീഖൽ ലദീ ബൈന യദൈഹി വതഫ്സീല കുല്ലി ശൈഇൻ വഹുദൻ വറഹ്മതൻ ലിഖൗമിൻ യുഅ്മിനൂൻ. ലഖദ് കാന ഫീ ഖസസിഹിം, നിശ്ചയമായും അവരുടെ ചരിത്രങ്ങളിലുണ്ട്. അവരുടെ എന്ന് പറഞ്ഞാൽ പൂർവ്വ പ്രവാചകന്മാരുടെയും അവരുടെ സമുദായങ്ങളുടെയും ചരിത്രങ്ങളിലുണ്ട്. ഇബ്റത്തുൻ, ഗുണപാഠമുണ്ട്. ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്ന ആളുകൾക്ക്, ബുദ്ധിമാന്മാരായ ആളുകൾക്ക്. ഉലിൽ അൽബാബ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്മാരായ ആളുകൾക്ക് അവരുടെ ചരിത്രങ്ങളിൽ വലിയ ഗുണപാഠമുണ്ട്. മാ കാന ഹദീസൻ യുഫ്തറ, കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ഒരു വൃത്താന്തമല്ല ഈ ഖുർആൻ. മാ കാന, ഈ ഖുർആൻ അല്ല, ആയിട്ടില്ല, ഹദീസൻ, ഒരു വൃത്താന്തമായിട്ടില്ല, യുഫ്തറ, കെട്ടിച്ചമച്ചുണ്ടാക്കപ്പെടുന്ന. വലാക്കിൻ, പക്ഷേ, തസ്ദീഖ, അത് ശരിവെക്കുന്നതാണ്. അല്ലദീ ബൈന യദൈഹി, ആ ഖുർആനിന് മുമ്പുള്ള വേദഗ്രന്ഥങ്ങളെ. വലാക്കിൻ തസ്ദീഖ അല്ലദീ ബൈന യദൈഹി, പ്രത്യുത പൂർവ്വവേദങ്ങളെ ശരിവെക്കുന്നതാണത്. അല്ലദീ ബൈന യദൈഹി എന്ന് പറഞ്ഞാൽ തൗറാത്ത്, ഇൻജീൽ, സബൂർ, ഇതിനൊക്കെ ശരിവെക്കുന്നതാണ്. പിന്നെയോ വതഫ്സീല കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളെയും വിശദീകരിക്കുന്നതുമാണ്. തഫ്സീല കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളെയും വിശദീകരിക്കുന്നതുമാണ്. വഹുദൻ, അത് സന്മാർഗദർശനമാണ്. വറഹ്മതൻ, അനുഗ്രഹമാണ്. ആർക്ക്? ലിഖൗമി യുഅ്മിനൂൻ, സത്യവിശ്വാസം കൈക്കൊള്ളുന്ന ആളുകൾക്ക്. അപ്പോൾ അള്ളാഹു ഖുർആനിൽ വിവരിച്ചു തന്ന ചരിത്ര സംഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ച് ഖുർആൻ്റെ മാർഗദർശനം യഥാവിധി സ്വീകരിച്ചാൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് അർഹരായി തീരാം. അതാണ് ഇതിൻ്റെ ആശയം. അത്തരം ആളുകൾ അള്ളാഹു നമ്മൾ ചേർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ഈ സൂറ ഇവിടെ താൽക്കാലികമായി പഠനം അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു സൂറയുമായി, അടുത്ത സൂറത്തുർ റഅദുമായി നമുക്ക് വരാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി 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 റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അള്ളാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കണം റബ്ബേ. പരിശുദ്ധമായ സൂറത്ത് യൂസുഫ് ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കാൻ അൽഹംദുലില്ലാഹ് നീ ഖബൂൽ ചെയ്യണം അല്ലാഹ്. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ കൂടെ, യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ കൂടെ, മഹാന്മാരായ അമ്പിയാക്കളോട് കൂടെ ഞങ്ങൾ നീ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി തന്നെ തമ്പുരാന്. ഞങ്ങളെല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങൾ നീ സ്വീകരിച്ച് അനുഗ്രഹിക്കണം റഹ്മാനെ. ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും മുഫസ്സിരീങ്ങൾക്കും പുറത്തു കൊടുക്കണേ. അവരുടെ ദറജകൾ ഉയർത്തണേ റഹ്മാനെ. ഒരുപാട് കാര്യം നിന്റെ ദീനിനും ഇൽമിനും ഖുർആനും ഖിദ്മത്തുള്ള അവസരം നൽകണം റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. اللهم اجعل جمعنا هذا جمعا مرحوما تفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. നിങ്ങളെല്ലാവരും എപ്പോഴും ദുആ ചെയ്യണം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.